വിവരാവകാശത്തിന്റെ ഒരു പേപ്പർ കാണിച്ചിരുന്നു. അതിൽ 1,45,00,000 ഇന്ത്യൻ രൂപ, ഏകദേശം 6 ലക്ഷം ദിർഹംസ് ആണ് അത് വരുന്നത്. നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ അലൈൻ കൺസീസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി തങ്ങളെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാട്ട് ഇവിടെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് ആ പേപ്പർ വലിച്ചെറിഞ്ഞ് ആ മരിച്ച കുട്ടിയുടെ പാസ്പോർട്ടുമായിട്ട് നിങ്ങൾ കടന്നു കളഞ്ഞത്? ഷെരീഫ് കാടെ കൂടെ ഉള്ളത് ഷെരീഫ് കാട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. അതിനുശേഷം ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് മനസ്സിൽ. ലളിതമായിട്ട് ചോദിക്കട്ടെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാല് നാട്ടിക്ക് മയ്യത്തുണ്ടോണെങ്കിൽ ശരിക്കും എത്ര റുപ്യ വരും? ആരാണ് നല്ലവര്, ആരാണ് ചവന്തീലികൾ എന്നുള്ളത് ഓല് തന്നെ ഞാനാണ് അറിഞ്ഞു വന്നു. ഒരു മയ്യത്ത് കൊണ്ടാൻ ഓല് ഇന്നലെ പറഞ്ഞു 6,500 അതിന്റെ മുമ്പ് ഒരു പറഞ്ഞത് 9,000. ഡെത്ത് സർട്ടിഫിക്കറ്റ് 110. ടൈപ്പിംഗ് 60. ഇത് എംബാം 3062. കാർഗോ 1890. കസ്റ്റംസ് 110. അതിന്റെ കോപ്പി എടുത്തത് 10. അങ്ങനെ 5,242 ഉറുപ്പിയാണ് ഇന്നലെ വന്നത്. ഞാനിതൊന്നും വിട്ടില്ല. എന്റെ നാട്ടുകാരാ, നിങ്ങൾ ഇന്നലെ ലൈവിൽ ഇരിക്കുമ്പോ ഞങ്ങളെ പണി ഇതായിരുന്നു. ഇന്നലെ എടുത്തു, ഇന്നലെ തന്നെ വിട്ടു. ഞങ്ങൾ ഇതാരും വേണ്ട. ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം റെഡിയാക്കി വെച്ചാൽ ഇന്നലെ ലീവാണ്. 2025 ഓഗസ്റ്റ് 3. അപ്പൊ ഈ വിഷയം നമുക്ക് മനസ്സിലായി. ഇനി ഷെരീഫ് ഖാനോട് അടുത്ത ചോദ്യം. വിവരാവകാശത്തിന്റെ ഒരു പേപ്പർ കാണിച്ചിരുന്നു. അതിൽ 1,45,00,000 ഇന്ത്യൻ രൂപ, 6 ലക്ഷം ദിർഹംസ് ആണ് അത് വരുന്നത്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഇന്ന് ഞാനൊരു നമ്മളെ സുഹൃത്തിന്റെ വീഡിയോയിൽ കണ്ട് 4,000 റുപ്യ അവിടെ കിട്ടുന്നുണ്ട്, ഞാൻ വാങ്ങണില്ലാന്ന്. അത് ആ മയ്യത്തിനോട് ചെയ്യണ തെറ്റല്ലേ? ആ കുടുംബത്തിന് കൊടുക്കണ്ടേ? എത്തിയും കുട്ടികൾക്ക് അല്ലെങ്കിൽ പൈസ ശരിക്കും ആർക്കാ കിട്ടുന്നത്? ഈ കിട്ടേണ്ടത് കൊടുക്കേണ്ടത് ആരാണോ മരിച്ചത് അവരെ കുടുംബത്തിന് കിട്ടണം. ലൈവില് നമ്മൾ കണ്ടെന്നാല് അവരെന്നെ സമ്മതിച്ചു 4,000 വെച്ച് കിട്ടുന്നുണ്ട്. 15 എണ്ണൊക്കെ ഒരുമിച്ച് ആകുമ്പോക്ക് ഞങ്ങൾ 60,000 കിട്ടുന്നുണ്ട്. ലൈവിൽ സമ്മതിച്ചു. ഇത്രയും ദിവസമായിട്ട് സമ്മതിച്ചില്ല. അതെ, വാങ്ങുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. ചില ന്യൂസ് ചാനലിലൊക്കെ ഇരുന്നിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും വാങ്ങലില്ല. നിങ്ങളെ വാങ്ങലുള്ളൂ. പിന്നെ ഇതിന് വേറെ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ മാഷാ അല്ലാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇന്നലെ എന്താക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു മയ്യത്തെ കയറ്റിവിടാൻ പറ്റിയിട്ടുണ്ട്, ഒരു തടസ്സങ്ങളും ഇല്ലാതെ. അപ്പൊ സംഘടനകളുണ്ട്, ഏജന്റുമാരുണ്ട്. അപ്പൊ ഒരു സാധാരണക്കാരന് ഏതാ നല്ലത്? ഒരു സംഘടന പോയി സമീപിക്കണതോ അതോ ഏജന്റുമാരെ സമീപിക്കണതോ? അത് ഏറ്റവും നല്ലത് സംഘടന സമീപിക്കുന്ന. കാരണം KMCC, ഇൻകാസ്, മാസ്, ICF, IMCC ഈ സംഘടനകളൊന്നും ഇന്നലെ ആ ഗ്രൂപ്പിലില്ല. പോലും ഇന്നലെ എല്ലാവരോടും എന്താ ലാഭം നോക്കുന്ന ആൾക്കാരെ നമ്മള് ഏജന്റ് എന്നേ വിളിക്കുള്ളൂ, മറ്റവരെ സോഷ്യൽ വർക്കർ എന്നേ വിളിക്കുള്ളൂ.